കേരളത്തിൽ ഓൺലൈൻ കവർച്ചയിലൂടെ സ്വന്തമാക്കിയ പണം സൈബർ തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ലിങ്കൺ ബിശ്വാസ് 5 സംസ്ഥാനങ്ങളിലെത്തിച്ചു. അറസ്റ്റിലായ മുഖ്യപ്രതി ലിങ്കൺ ബിശ്വാസിന് മറ്റ് സംസ്ഥാനങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങളുമായും ബന്ധമുണ്ടെന്നും തട്ടിയെടുത്ത് 35 ലക്ഷം രൂപ കണ്ടെത്തിയെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. ഏത് അക്കൗണ്ടിലെ കൂടാണ് പൈസ പോയത്, ആ അക്കൗണ്ടുകളിൽ ഏകദേശം 1,32 ലക്ഷം ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൈസ എല്ലാം നമ്മൾ സീസർ മഹസർ പ്രകാരം സീസ് ചെയ്തിട്ട് അത് കോടതിക്ക് കൊടുത്തിട്ട് ശേഷം കോടതിയുടെ ഓർഡർ കൂടെ ഈ 1,32 ലക്ഷം വിക്ടിംക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഓർഡറായി. അതിനകത്ത് 35 ലക്ഷം നമുക്ക് വിക്ടിംക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ ലിങ്കൺ ബിശ്വാസിന്റെ തട്ടിപ്പ് രീതി, അതുമായി ബന്ധപ്പെട്ട് ആഡംബര ജീവിതം, പോലീസ് എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്? ശ്യാംകുമാർ. ഉന്മേഷ്, കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവരുടെ തലതൊട്ടപ്പനാണ് ലിങ്കൺ ബിശ്വാസ് എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. അയാളെ പിടികൂടി കൊണ്ടുവന്ന ശേഷം നടത്തിയ ആദ്യ പരിശോധനയിൽ തന്നെ വലിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 15 അക്കൗണ്ടുകളിൽ നിന്നാണ് ഇയാളുടെ പേരിലുള്ള 10 അക്കൗണ്ടുകളിലേക്ക് പണം വന്നിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഈ പണം തട്ടിപ്പിലൂടെ സ്വന്തമാക്കുന്ന പണം 5 സംസ്ഥാനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടാണ് ലിങ്കൺ ബിശ്വാസിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്വന്തമാക്കുന്ന പണം ബിറ്റ്കോയിനിലേക്ക് ഇയാൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ആഡംബര വാഹനങ്ങളും കാറുകളും ബൈക്കുകളും ഒക്കെ വാങ്ങാനും ആഡംബര വസതി പണിയാനുമാണ് ഈ പണം അയാൾ ഉപയോഗിച്ചിരുന്നത്. പോലീസ് ഇയാളെ തിരക്കി പശ്ചിമ ബംഗാളിലെ കൃഷ്ണഗഞ്ചിൽ എത്തുമ്പോൾ അവിടെ ഇയാളുടെ വലിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ ഒരു കേസിൽ മാത്രമാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിക്കെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഗ്യാങ് ആണ്. അവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയും അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ 75 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പോലീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ആ പണം കോടതിയുടെ അനുമതിയോടുകൂടി ഏത് ആളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തോ അവർക്ക് കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രതിയെ ഇന്ന് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാൻ നടപടികൾ ആരംഭിക്കുകയാണ്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.